ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പേര് അത് അക്കൗണ്ട് എടുത്തവർക്ക് ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. നമുക്ക് ആക്ച്വലി അതിൻ്റെ കൂടെ വെർച്വൽ ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെർച്വൽ ഡെബിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് ആക്ച്വലി നെറ്റ് ബാങ്കിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ബാങ്കിങ്ങും സംഭവങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സംഭവങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇഷ്യൂ നമുക്ക് ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നു. എനിക്കും ആക്ച്വലി ഓൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനാകെ ഒരു സൊല്യൂഷൻ മാത്രമല്ല, ആക്ച്വലി ഇവരുടെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യുക. ഇവരുടെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വരുന്ന ഡിലൈറ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവമാണ്. 499 രൂപ പ്ലസ് GST ചാർജ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ബുക്ക് മൈ ഷോ അതുപോലെ തന്നെ അങ്ങനത്തെ സ്വിഗ്ഗി അങ്ങനത്തെ സംഭവത്തിലൊക്കെ നമുക്ക് ഓഫറും സംഭവങ്ങളൊക്കെ ഈ കാർഡുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. വിസ വേരിയൻ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഓഫേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ കാർഡ് നമ്പർ ഉപയോഗിച്ചിട്ട് നെറ്റ് ബാങ്കിങ് സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനും ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ബാങ്കിങ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആക്ച്വലി ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഡിലൈറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാനും കുറച്ച് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഓൺലൈൻ സംഭവങ്ങളൊന്നുമില്ല. ഇവരുടെ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവരുടെ ടോൾ ഫ്രീ നമ്പർക്ക് വിളിക്കണം. ടോൾ ഫ്രീ നമ്പർക്ക് വിളിച്ചത് ശരിക്കും അത് അതിൽ നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ഷൻ ഓപ്ഷൻ വരും. അതിനുശേഷം ബാങ്കിങ് ഓപ്ഷൻ വരും. ആ ബാങ്കിങ്ങിൽ നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ടീവ് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഈ ഓപ്ഷൻ നമ്മൾ പറയണം. അത് അവർ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നമ്മളോട് പറയുക എനിക്ക് തോന്നുന്ന പ്ലാറ്റിനം കാർഡോ സംതിങ് ആണ്. നമ്മൾ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. അതിന് നമുക്ക് ചാർജ് 1500 പ്ലസ് GST ആണ്. നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അവരോട് ഓർഡർ ചെയ്യാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണം നമുക്ക് ഡിലൈറ്റ് കാർഡ് മാത്രം മതി 499. അവർ നമ്മളോട് പറയും ഈ കാർഡാണ് നല്ല മച്ച കാർഡാണ്, അതിൻ്റെ വലിയ ഹൈ എൻ്റെ വേരിയൻ്റ് കാർഡാണ്. നമ്മൾ പറയാം അതിനൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസേജ് ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. എന്നിട്ട് ഈ കാർഡ് ഓർഡർ ചെയ്യിപ്പിക്കട്ടെ. ഞാനിത് 3 ദിവസം മുമ്പാണ് നമ്മൾ വിളിച്ചത് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട്. നമുക്ക് ഇന്ന് കാലത്താണ് അതിൻ്റെ ഡിസ്പാച്ച് ചെയ്ത മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നല്ല സ്ലോ ആണ് കേട്ടോ. അതുപോലെ തന്നെ കസ്റ്റമർ കെയറും അത്യാവശ്യം വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. തീരെ റെസ്പോണ്ട് ചെയ്യാത്തൊരു കസ്റ്റമർ കെയർ എന്ന് വേണമെങ്കിൽ പറയാം വൺ ഓഫ് ദ ബാങ്കിൻ്റെ. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇതുപോലെ അക്കൗണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനീഷ്യൽ എമൗണ്ടൊക്കെ 10,000 രൂപ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ മൊബൈൽ ബാങ്കിങ് സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഇഷ്യൂ ആണ്. പക്ഷേ നമുക്ക് UPI നമ്മുടെ വെർച്വൽ കാർഡ് ഉപയോഗിച്ചിട്ട് വെർച്വൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് UPI ആഡ് ചെയ്യാട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നെറ്റ് ബാങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ എന്താ പറയുക, ഈ വെർച്വൽ കാർഡ് ഉപയോഗിച്ച് പറ്റില്ല. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് പിൻ അടിച്ചു കൊടുക്കേണ്ടി വരും, ഡെബിറ്റ് കാർഡ് പിന്ന്. നമുക്കിത് ഓൾറെഡി ഫിസിക്കൽ കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത് നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ആപ്പൊക്കെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആവശ്യമാണ്. അതിൻ്റെ ഓർഡറിങ് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടാ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാൻ മറക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെബിറ്റ് കാർഡാണ്, വലിയ വേസ്റ്റ് കാർഡൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇഷ്യൂ ചാർജ് 499 രൂപ പ്ലസ് GST വരുന്നുണ്ട്. ആനുവൽ ചാർജും സെയിം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് പോലെ ചാർജ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്ന നമ്മുടെ പുതിയ ചാനൽ GHS എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടെക് ന്യൂസും അതുപോലെ തന്നെ എന്താ പറയുക മൂവി ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, കറണ്ട് അഫയേഴ്സ്, അതൊക്കെ നോളജബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിൽ നിന്നാണ്. അടുത്ത് കാണാം.